ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഒരു 3-4 ദിവസം മുമ്പ് റിപ്പോർട്ടർ TV ഒരു ന്യൂസ് പുറത്തു വിട്ടായിരുന്നു. 1 മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ വേറൊരു കുഞ്ഞ് മാതാപിതാക്കൾ ചികിത്സ തേടിയെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ വാർത്തയെ അധിക്ഷേപിച്ച് വളരെ അബ്യൂസീവായിട്ടുള്ള ഒരുപാട് കമൻസ്, വളരെ മോശമായിട്ടുള്ള ഒരു കമൻസ് കുറേ ആളുകൾ ഇട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫേക്ക് ന്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം ഒരിക്കലും ഈ ലോകത്ത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു കമൻ്റ് ഇട്ടത്. ശരിക്കും ഈ 1 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യത്തിൽ അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. 5 ലക്ഷം കുട്ടികൾ ഉണ്ടാകുമ്പോൾ അതിലൊരു കുട്ടിക്ക് മാത്രം കണ്ടുവരുന്ന വളരെ അപൂർവകരമായ ഒരു അസുഖമാണിത്. അപ്പം ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഫീറ്റസ് ഇൻ ഫീറ്റോ എന്ന് പറയും. അതായത് ഒരു ഫീറ്റസിൻ്റെ ഉള്ളിൽ വേറൊരു ഫീറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെയാണ് നമ്മൾ ഫീറ്റസ് എന്ന് പറയുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മ കൺസീവ് ആകുമ്പോൾ അല്ലെങ്കിൽ ഗർഭം ധരിക്കുമ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ടാവും. അതായത് ഇരട്ട കുട്ടികളുണ്ടാവും, ട്വിൻസ് ഉണ്ടാകും. അപ്പം ഈ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് കാലും കൈയൊന്നും ഉണ്ടാവത്തില്ല. ഒരു ബഡ്സ് ആണ് ഉണ്ടാകാറുള്ളത്. സാധാരണ ചെറിയ ചെറിയ ബഡ്സ് അല്ലെങ്കിൽ മുകുളങ്ങൾ എന്ന് പറയും. ആ മുകുളങ്ങൾ കൈയും കാലും അതുപോലെ നമ്മുടെ പുറവും തലയൊക്കെ ആയിട്ട് വരുന്ന ആ മുകുളങ്ങളാണ്. അപ്പം ഈ മുകുളങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഒരു ട്വിൻ, അതായത് ഒരു കുട്ടി അതിൽ നിന്ന് റിസോൾവ് ആവും. അതായത് പാതി മുക്കാലും നശിച്ചു പോകും. മറ്റേ കുട്ടി ആരോഗ്യമുള്ള ഒരു കുഞ്ഞായിട്ടിരിക്കും. അപ്പോൾ ഈ പാതി മുക്കാലും നശിച്ചു പോയ ട്വിന്നിൻ്റെ ശരീരഭാഗത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിഷ്യൂ സെല്ലിലോ അങ്ങോട്ട് ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അപ്പം ഈ പാതി നശിച്ചു പോയ ട്വിന്ന് ആരോഗ്യമുള്ള കുട്ടിയുടെ ശരീരത്ത് ഒട്ടിച്ചേർന്ന് വളരും. ഇങ്ങനെ വളർന്നു കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൽ, നമ്മുടെ മനുഷ്യരിൽ കണ്ടുവരുന്ന അവയവങ്ങൾ, അതായത് നഖം, മുടി, പിന്നെ പെൺകുട്ടികളാണെങ്കിൽ ചിലർക്ക് ഓവറി, ബ്രെയിൻ കണ്ടൻസ്, അതുപോലെ ആൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പെനീസ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഈ വളർന്നു വരുന്ന ടിഷ്യൂവിൽ ഉണ്ടാവും. ഓക്കെ, പക്ഷെ അത് പൂർണ്ണമായിട്ടും ഒരു കുഞ്ഞ് പോലെയാണ് പുറത്തേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അതൊരു ട്യൂമർ പോലെ ഇരിക്കും. ആ ട്യൂമറിനോട് ചേർന്ന് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ ആ ട്യൂമറിൽ തന്നെ ഇത്തരത്തിലുള്ള ഓർഗൻസ് കാണപ്പെടും. എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 2 കേസസ് കണ്ടിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള വളർച്ചകൾ അത് എവിടെ വേണമെങ്കിലും ആകാം. നമ്മുടെ കയ്യിലോ കാലിലോ വയറിൻ്റെ ഉള്ളിലോ തലയുടെ പുറകിലോ എവിടെ വേണമെങ്കിലും ആകാം. ഓക്കെ, ചിലപ്പോൾ വായിൽ നിന്ന് പുറത്തേക്ക് ഉള്ളതും ആകാം. അപ്പം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കുട്ടികൾ പെട്ടെന്ന് തന്നെ സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കണം എന്നില്ല. ഈ കുട്ടികൾ അത്രയധികം സിക്കായിട്ട്, അതായത് ജനിക്കുമ്പോൾ തന്നെ അത്രയധികം രോഗാവസ്ഥയിൽ നമുക്ക് അവരെ കാണുമ്പോൾ ഒരു നോർമൽ ചൈൽഡായിട്ടേ തോന്നത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ വയറിൻ്റെ ഉള്ളിലൊക്കെയാണ് ഇത് വളർന്നു വരുന്നതെങ്കിൽ വളരെ നോർമലായിട്ടുള്ള ഒരു ചൈൽഡായിട്ട് മാത്രമാണ് നമുക്ക് അവരെ തോന്നുള്ളൂ. പക്ഷെ അവർ വളർന്നു വരിക ഇതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാണും. ചില സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ പുറകിൽ അല്ലെങ്കിൽ മുമ്പിൽ വായുടെ ഉള്ളിലൊക്കെയാണ് ഇങ്ങനത്തെ ടിഷ്യൂസ് വളർന്നു വരുന്നതെങ്കിൽ നമുക്കത് ജനിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ആ ടിഷ്യൂ മുഴുവനായിട്ട് സർജിക്കൽ പ്രൊസീജിയർ വഴി നീക്കം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോഗ്യമുള്ള കുട്ടി നല്ല ആരോഗ്യമുള്ളതായിട്ട് തന്നെ വളരാൻ പറ്റും. ചില കേസസിൽ, എക്സ്ട്രീം കേസസിൽ ബേബിക്ക് വെന്റിലേറ്ററിൻ്റെ ആവശ്യം വരികയും അതുപോലെ തന്നെ ആ സർജിക്കൽ പ്രൊസീജിയർ വഴി നീക്കം ചെയ്യാൻ കുറച്ച് സമയം എടുക്കുകയും ചില കേസസിൽ ബേബീസ് ക്രിട്ടിക്കലായി പോവുകയും ചെയ്തേക്കാം. ഇതുവരെ ഒരു 200 തൊട്ട് 300 കേസസ് വരെയാണ് വേൾഡ് വൈഡ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള കേസസ് ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. അതൊന്നും സോഷ്യൽ മീഡിയ അധികം ആൾക്കാരും ഉപയോഗിക്കാത്തതുകൊണ്ടും അങ്ങനെയുള്ള അറിവുകൾ കുറവായിരുന്നുകൊണ്ടുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരുടെ അടുത്തേക്ക് എത്താതിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് അറിയില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. അറിയുന്നവർ, മെഡിക്കൽ പ്രൊഫഷനിലുള്ള പലർക്കും ചിലപ്പോൾ ഇങ്ങനെ നിയോണേറ്റലായിട്ട് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പലർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയുമായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.